അമ്മുമ്മയുടെ ആൺസുഹൃത്ത് നിർബന്ധിപ്പിച്ച് ലഹരി നൽകിയെന്ന പരാതിയിൽ മൊഴി മാറ്റി 14 വയസ്സുകാരൻ. തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് 14-കാരൻ പറഞ്ഞു. ഇതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. അതേസമയം മൊഴി മാറ്റിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാകാം കാരണമെന്നാണ് പോലീസ് പറയുന്നത്. തനിക്ക് പലതവണ മദ്യം നൽകിയതായി 14-കാരൻ മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം. വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മുമ്മയുടെ ആൺസുഹൃത്തായ പ്രവീൺ നിർബന്ധിപ്പിച്ച മദ്യം കുടിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. കുട്ടിയുടെ ജന്മദിനത്തിൽ പ്രവീൺ ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വലിപ്പിച്ചുവെന്നും മൊഴി നൽകിയിരുന്നു. കൂട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ 14-കാരന്റെ മാതാപിതാക്കൾ പ്രവീണിനെതിരെ പരാതി നൽകുകയായിരുന്നു. അച്ഛൻ മരിക്കുകയും അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തതോടെ മറ്റൊരു വീട്ടിൽ അമ്മുമ്മയ്ക്കൊപ്പമാണ് കുട്ടി താമസിച്ചിരുന്നത്. പരാതിക്ക് പിന്നാലെ പ്രവീൺ അലക്സാണ്ടറിനെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പരാതിയിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദമുണ്ടായതായി കുട്ടിയുടെ അമ്മ ഇന്നലെ ആരോപിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ മുതലാണ് ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു തുടങ്ങുന്നത് എന്നാണ് ആദ്യം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. 14-കാരന്റെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ്. തുടർന്ന് അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. 14-കാരനും അമ്മുമ്മയും താമസിക്കുന്ന വീട്ടിൽ പ്രവീൺ ഇടയ്ക്കിടെ താമസിക്കാൻ എത്തുമായിരുന്നു. ഡിസംബർ 24-ന് വീട്ടിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന പ്രവീൺ കുട്ടിക്ക് മദ്യം നൽകാൻ ശ്രമിച്ചു. നിരസിച്ചതോടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിക്കുകയായിരുന്നു എന്നും പിന്നീട് കുട്ടിയുടെ ജന്മദിനമായ ജനുവരി 4-ന് കഞ്ചാവ് നൽകിയതോടെ കുട്ടി നിരസിച്ചെങ്കിലും ഭീഷണിപ്പെടുത്തി വലിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. പ്രവീൺ സ്ഥിരമായി ലഹരി കൊടുത്തു തുടങ്ങിയതോടെ കുട്ടി അക്രമാസക്തനാവുകയും വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് ഉടയ്ക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. ഇതിനിടയിലാണ് കുട്ടി സുഹൃത്തിനോട് താൻ ലഹരി ഉപയോഗിക്കുന്ന കാര്യവും മറ്റും പറയുന്നത്. സുഹൃത്ത് ഇത് കുട്ടിയുടെ അമ്മയെയും രണ്ടാനച്ഛനെയും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർ പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ പ്രവീൺ ഒളിവിൽ പോയിരുന്നു. ഇതിന് പിന്നാലെ 14-കാരന്റെ കുടുംബത്തെ പ്രവീൺ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പറയുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ കുട്ടിയെ അന്വേഷിച്ച അമ്മുമ്മയും ആൺസുഹൃത്തും സ്കൂളിലെത്തിയതായും കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് കുട്ടി ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതേസമയം മൊഴി മാറ്റത്തിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാകാം കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം.